വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, വളരെ ഈസിയാണ്. ഞാൻ വെൽവെറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. വെൽവെറ്റിൻ്റെ തുണി നമ്മളുടെ ആവശ്യത്തിന് നീളത്തിന് വീതിക്കും കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീതിയുള്ള നമ്മുടെ ഹെയർ ബോ ഉണ്ടോ, ഫ്രെയിം കണ്ടോ, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഹെയർ ഫ്രെയിം എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ വെച്ച് അതിനെന്ത് ചെയ്യുക, ഇതുപോലെ പ്രസ് ചെയ്ത് കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത് അനുസരിച്ച് എടുത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഒരു സൈഡ് ആദ്യം ഫിനിഷ് ചെയ്യുക. എന്നിട്ട് അടുത്ത സൈഡ്, രണ്ട് സൈഡും കൂടി ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ആയിപ്പോകും. അതുകൊണ്ട് അതിനുശേഷം അടുത്ത സൈഡ് നന്നായിട്ട് ചെയ്താൽ മതി. അല്ലേ, ആദ്യം ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ബോയിലാണ്, ആ ഫ്രെയിമിലാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. B7000 ഗ്ലൂ ചെയ്യാം. നമ്മൾ ഓരോ സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എന്തെങ്കിലും ക്ലിപ്സോ എന്തെങ്കിലും കൊടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിക്കോളും. ഗ്ലൂ ഗണ്ണാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേസ്റ്റ് ആയിക്കോളും. ആദ്യത്തെ സൈഡ് കണ്ടോ, നന്നായിട്ട് ഇതുപോലെ വെച്ചിട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ സൈഡ് കംപ്ലീറ്റ് ഒരുപോലെ ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ആ ഫ്രെയിമിൻ്റെ പുറത്ത് ആ ചുളുക്കും അതെല്ലാം കറക്റ്റ് നമുക്കറിയാൻ പറ്റും. അതിനുശേഷം അടുത്തത് ഞാൻ നമ്മുടെ കണ്ടോ ഹെയർ ബാൻഡിലല്ല, നമ്മളെ വെൽവെറ്റിൻ്റെ തുണിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ടത് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ ഒത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്യാതെ ആവശ്യത്തിന് കുറേശ്ശെ അപ്ലൈ ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ അതിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കവർ ചെയ്യുന്നതാണ്. ഇത് കവർ ചെയ്യാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട്, സാധാരണ നമ്മൾ എല്ലാം പേസ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ആ ഹെയർ ബാൻഡിൻ്റെ പുറത്ത് നോക്കിയാൽ ഒരു ചുളുവോ അങ്ങനെയൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻഡ് ടേപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതാണ് സാറ്റിനാണ് കവർ ചെയ്യുന്നതെങ്കിൽ സാറ്റിൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത് വെൽവെറ്റാണ്. ആ വെൽവെറ്റ് കൊണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്താൽ മതി. എഡ്ജ് ഷാർപ്പായിരിക്കില്ല. നമ്മൾ ഈ കസ്റ്റമൈസേഷനൊക്കെ ആകുമ്പോൾ കൊടുക്കുന്നതല്ലേ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നല്ല ഫിനിഷിങ്ങും നല്ല നീറ്റ്നെസ്സും വരാൻ വേണ്ടി ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്തപ്പോൾ വേറൊരു കാര്യം പ്രത്യേകിച്ച് ചെയ്തു കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ അകമൊക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയുക, അതങ്ങ് വെച്ച് അവിടെ വെച്ച് ഫിനിഷ് ചെയ്യുക മാത്രമേ ചെയ്യാറ്. പക്ഷേ ഞാനിതിൽ നമ്മുടെ എൻഡ് ടേപ്പില്ലേ, ആ എൻഡ് ടേപ്പ് കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ആ അകത്തെ പോർഷൻ ഞാൻ കംപ്ലീറ്റ് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ അകത്തുള്ളത് ഒരിക്കലും ഇളകി വരത്തുമില്ല. ആ അകത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്ന നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നതൊന്നും പുറത്ത് കാണുകയില്ല. നല്ല നീറ്റായിട്ടിരിക്കും. കണ്ടോ, ബാലൻസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, ആ ഹെയർ ബാൻഡ് പുറമൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്ലവറും എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക പിങ്ക് പീച്ച് ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. ആദ്യം രണ്ട് സൈഡിലേക്ക് ഓരോ സ്റ്റോൺസ് കൊടുക്കും, പിന്നെ സെൻറ്ററിലേക്ക്, അതിനുശേഷം ഒരു ഫ്ലവർ. അങ്ങനെ ഇത് ചെയ്തു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്യാം. പല ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ കുന്തൻ സ്റ്റോൺ വെച്ച് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. പലത് കുന്തൻ സ്റ്റോൺസ് കൊടുത്തിട്ട് ഫ്ലവർ വെച്ച് ചെയ്യുന്നതുണ്ട്. അത് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഒന്ന് ചെയ്തത്. ഇത് അല്ലാതെ ഫ്ലവറും സ്റ്റോൺസും വെച്ചിട്ടാണ്. കണ്ടോ, രണ്ട് സൈഡ് സ്റ്റോൺസ് കൊടുത്തു, അതിനുശേഷം ഒരു ക്ലിപ്പ് സ്റ്റോൺ, അതിനുശേഷം ഒരു ഫ്ലവർ. സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. രണ്ട് സൈഡിൽ ഓരോ സ്റ്റോൺസ് കൊടുക്കുക, സെൻറ്ററിൽ ഒരു സ്റ്റോൺസ്, പിന്നെ അടുത്തൊരു ഫ്ലവർ. അപ്പോൾ ഈ ഇത് നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ വെൽവെറ്റ് ആകുമ്പോഴായാലും ഏതിൽ ചെയ്താലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം സ്റ്റോൺസിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റോൺസ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്താ പറയുക, അടുത്ത നമുക്ക് ഫ്ലവർ പേസ്റ്റ് ചെയ്യാനുള്ള ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് ഇളകിപ്പോവും. അതിനുശേഷം ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. കാരണം നല്ല രീതിയിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ. അത് ഇളകി വരുമെന്നല്ല, എന്നാലും കുറച്ച് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ വെൽവെറ്റ് കുറച്ച് തിക്നെസ് ഉള്ള ടൈപ്പ് ഉണ്ട്, ഇത് കുറച്ച് തിക്നെസ് ഉള്ളതാണ്. ആ മേലത് സ്പോഞ്ച് കുറച്ച് നല്ല ഇതുള്ളതാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ നന്നായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് എന്ത് വേണം മാറ്റി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. അപ്പം ഞാൻ കണ്ടില്ലേ, ഞാൻ പിങ്കും അത് മാറ്റി ചെയ്യുന്നുണ്ട്. കണ്ടോ,
വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ചെയ്യാനുള്ള ഒരു ഇത് എന്ന് പറയുന്നത് കവർ ചെയ്തെടുക്കുന്ന മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, 2 സൈഡിൽ ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ ആക്കിയിട്ട് അതിനുശേഷം മാത്രം നമ്മൾ നിർത്തുക. കണ്ടോ, ഇനി ഇതിൻ്റെ തന്നെ ഇത് സെയിം നമുക്ക് നമ്മുടെ സെൻറ്റർ ക്ലിപ്പിലും ചെയ്യാം, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം കവർ ചെയ്തൊന്നും ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ അടിയിലൊരു ഫെൽറ്റ് ഷീറ്റ് കൊടുക്കുക, മേലിൽ വെൽവെറ്റ് കവർ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പല ഡിസൈനിലും പല വെറൈറ്റിയിലും നമുക്ക് ഏതിന് വേണോ ചെയ്യാം. ഹെയർ ബാൻഡ് ഫ്രെയിമിൽ മാത്രമല്ല, നമുക്ക് സെൻറ്റർ ക്ലിപ്പിലും അലിഗേറ്റർ ക്ലിപ്പിലും നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ആ ഫ്ലവറിന് പകരം എന്താ പറയുക, ആ ഫ്ലവറിന് സ്റ്റോൺസിന് പകരം ഞാൻ കൊടുത്തിരിക്കുന്ന കളറിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ സ്റ്റോൺസ് കിട്ടും, ഗ്രീൻ ലീഫിൻ്റെ ഇത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.